പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ദി ഫീൻഡ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ സംബന്ധിച്ചും നിലവിൽ റോയൽ ഇൻ റിംഗിൽ ഡെബ്യൂ ചെയ്തിട്ടുള്ള വയറ്റ് 6 എന്ന് പറയുന്ന ഫാക്ഷനെ സംബന്ധിച്ചുമുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റാണ്. രണ്ടാമത്തേത് ബിഗി എന്ന സൂപ്പർ താരത്തിൻ്റെ തിരിച്ചുവരവിനെ സംബന്ധിച്ചും അവസാനത്തേത് സൂപ്പർ താരമായ റോമൻ റെയിൻസിൻ്റെ ഒരു പുതിയ വീഡിയോ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസുമാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. ഒന്നാമതായി പങ്കുവെക്കാനുള്ളത് ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റിനെ സംബന്ധിച്ചാണ്. 5 വർഷങ്ങൾക്ക് മുൻപ് 2019 ദി ഫീൻഡ് എന്ന ക്യാരക്ടർ ആദ്യമായി ഈ WWE വേണ്ടി ഡെബ്യൂ ചെയ്യുന്നതാണ് നമുക്ക് മൺഡേ നൈറ്റ് റോയിൽ കാണാൻ സാധിച്ചത്. അന്ന് ഫിൻ ബെലറിനെ ആക്രമിച്ചുകൊണ്ട് ബ്രേ വൈറ്റ് അദ്ദേഹത്തിൻ്റെ ആൾട്ടർ ഈഗോ ക്യാരക്ടർ WWE തന്നെ നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു സ്റ്റോറി ലൈൻ്റെ തുടക്കവുമാണ് അന്ന് കുറിച്ചത്. 5 വർഷങ്ങൾക്ക് ഇപ്പുറം ഇക്കഴിഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് റോ എപ്പിസോഡിൽ വൈറ്റിൻ്റെ അനിയനായ ബോ ഡാലസ് അദ്ദേഹം വൈറ്റ് 6 എന്ന് പറയുന്ന ഫാക്ഷനെ ഇൻ റിംഗിൽ ഡെബ്യൂ ചെയ്യിപ്പിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ദി ഫീൻഡ് ബ്രേവൈറ്റിൻ്റെ ഒരു ക്യാരക്ടറിനെ ലഭിച്ച പോലെയുള്ള ഒരു റെസ്ലറിനെ ആക്രമിച്ചുകൊണ്ടുള്ള ഒരു ഡെബ്യൂ അല്ല വൈറ്റ് 6 നടത്തിയത് എന്നുണ്ടെങ്കിലും ഇൻ റിംഗിൽ ആദ്യമായിട്ട് വരുന്നത് അതും കൃത്യം 5 വർഷങ്ങൾക്ക് ശേഷം ഫീൻഡിൻ്റെ ക്യാരക്ടറിനെ കൂടി ഉൾപ്പെടുത്താൻ സാധിക്കുന്ന ഒരു ഫാക്ഷൻ്റെ ഭാഗമായിട്ട് അവർ നടത്തി എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ലെവലിലുള്ള ഒരു സ്റ്റോറി ലൈൻ കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ് ബിഗി എന്ന ഫോർമർ WWE ചാമ്പ്യനെ സംബന്ധിച്ചാണ്. 2022 കഴുത്തിന് ഇഞ്ചുറി പറ്റിക്കൊണ്ട് ബിഗി റെസ്ലിംഗ് റിംഗിൽ നിന്ന് മാറി നിന്നതിന് ശേഷം കഴിഞ്ഞ 2 വർഷമായി എല്ലാ ആരാധകരും ഒരുപോലെ ചോദിക്കുന്നത് ബിഗി എന്നാണ് തിരികെ വരിക എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ബിഗി അദ്ദേഹത്തിൻ്റെ ഇഞ്ചുറി അപ്ഡേറ്റ് അദ്ദേഹം കൊടുക്കുന്ന എല്ലാ ഇൻ്റർവ്യൂകളിലും പറയാറുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റായി കഴിഞ്ഞ ദിവസം ബിഗി കൊടുത്ത ഇൻ്റർവ്യൂവിൽ ബിഗി പറയുന്നത് തൻ്റെ കഴുത്തിൻ്റെ ഇഞ്ചുറിയിൽ കുറച്ചൊക്കെ ഭേദപ്പെട്ടിട്ടുണ്ട്. തൻ്റെ നോർമൽ ലൈഫിൽ ഈ ഇഞ്ചുറി തനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല, തനിക്ക് യാതൊരുവിധ വേദനയും ഉണ്ടാക്കുന്നില്ല. പക്ഷേ റിങ്ങിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ തനിക്ക് ഇപ്പോഴത്തെ പൊസിഷനിൽ വെച്ച് യാതൊരുവിധ സാധ്യതയും ഇല്ലെന്നാണ് ബിഗി പറയുന്നത്. കാരണം തനിക്ക് റിങ്ങിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ തനിക്ക് മെഡിക്കൽ ക്ലിയറൻസ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തൻ്റെ കഴുത്തിന് കുറച്ചും കൂടി അസുഖം ഭേദപ്പെടേണ്ടതുണ്ട്. അതല്ലാതെ WWE ഒഫീഷ്യൽസ് മെഡിക്കൽ ക്ലിയറൻസ് തനിക്ക് നൽകില്ല എന്നുള്ളതും അവർ നൽകാത്ത പക്ഷം തനിക്ക് റിങ്ങിലേക്ക് കയറാൻ സാധിക്കില്ല എന്നുള്ളതും ബിഗി ഉറപ്പിച്ച് പറയുന്നു. അപ്പോൾ ബിഗിയുടെ കഴുത്തിൻ്റെ ഇഞ്ചുറി മാറാൻ ഇനിയും സമയം എടുക്കുമെന്നുള്ളതാണ് ബിഗി പറയുന്നത്. തൻ്റെ ആ ഒരു ഇഞ്ചുറി മെല്ലെ മെല്ലെയാണ് ഭേദപ്പെട്ട് വരുന്നത് എന്നുള്ളതും നോർമൽ ലൈഫിൽ തന്നെ ബാധിക്കുന്നില്ലെങ്കിലും റെസ്ലിംഗ് റിംഗിൽ തന്നെ അത് നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ളതും ബിഗി വെളിപ്പെടുത്തുകയുണ്ടായി. ബിഗി WWE ഇൻ റിംഗിൽ ആക്റ്റീവ് അല്ലെങ്കിലും അദ്ദേഹം അനലിസ്റ്റ് പാനലിൽ എല്ലാ പ്രീമിയം ലൈവ് ഇവൻറ്റിലും വന്ന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. കൂടാതെ ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റുകളിൽ പ്രീമിയം ലൈവ് ഇവൻറ്റുകളിൽ ബിഗിയെ അവർ ചൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ബിഗി അവർ യൂസ് ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി, ബാക്ക് സ്റ്റേജ് റോളൊക്കെ ചെയ്യാൻ വേണ്ടി. പക്ഷേ റിങ്ങിൽ ഒരു റെസ്ലർ എന്നുള്ള ഒരു നിലയിൽ ബിഗി ഇനി തിരികെ വരാനുള്ള സാധ്യതകൾ ഓരോ മാസം കഴിയുന്തോറും കുറഞ്ഞു വരികയാണ് എന്നുള്ളൊരു അപ്ഡേറ്റ് കൂടിയാണ് ഇൻഡയറക്റ്റായി ബിഗി പങ്കുവെക്കുന്നത്. മിക്കവാറും ബിഗി റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കുന്ന ഒരു അപ്ഡേറ്റും വരെ നമുക്ക് പ്രതീക്ഷിച്ചേക്കാം. അവസാനമായി പങ്കുവെക്കാനുള്ളത് സൂപ്പർ താരമായ റോമൻ റെയിൻസിനെ സംബന്ധിച്ചാണ്. റോമൻ റെയിൻസിൻ്റെ മാസ് റിട്ടേണിന് വേണ്ടി എല്ലാ ആരാധകരും ഇപ്പോൾ ഒരുപോലെ വെയിറ്റ് ചെയ്യുകയാണ്. റോമൻ റെയിൻസിൻ്റെ മാസ് റിട്ടേൺ എന്ന് പറയുന്നത് അതും സോളോ സിക്കോവയുടെ ബ്ലഡ് ലൈൻ ഗ്രൂപ്പിന് എതിരെ വേണമെന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. സമ്മർ സ്ലാം 2024 റോമൻ റെയിൻസിൻ്റെ റിട്ടേൺ നടക്കുമെന്നുള്ളതിൻ്റെ സൂചനകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ റോമൻ റെയിൻസ് വർക്കൗട്ട് ചെയ്യുന്ന പുതിയൊരു വീഡിയോ കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ റോമൻ റെയിൻസിൻ്റെ റിട്ടേണിന് അദ്ദേഹം ട്രെയിനിങ് ഒക്കെ ചെയ്ത് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത് ഏകദേശം ബോഡി സെറ്റായി അദ്ദേഹം പഴയ ആ ഒരു ഫിസിക്ക് വീണ്ടെടുത്ത് അദ്ദേഹം റിങ്ങിലേക്ക് വരാൻ വേണ്ടി എല്ലാവിധ തയ്യാറെടുപ്പുകളും നടത്തുന്ന വീഡിയോ ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ആകാംക്ഷയോടുകൂടി നമ്മൾ എല്ലാവരും വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന റോമൻ റെയിൻസിൻ്റെ റിട്ടേൺ സമ്മർ സ്ലാമിൽ തന്നെ നടക്കുമെന്നുള്ളതിൻ്റെ വലിയ സൂചനകളും ലഭിക്കുന്നു. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. That's so funny. Even guy got caught.